ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് മലമ്പുഴ ഡാമിനടുത്തായിട്ട് ഒരു അടിപൊളി സ്നാക്ക് പാർക്ക് ഉണ്ട്, അവിടേക്കാണ്. മലമ്പുഴ ഡാമിനോട് ചേർന്നിരിക്കുന്ന സ്നാക്ക് പാർക്കിലൂടെ വരുമ്പോൾ തന്നെ ഇവിടുത്തെ മതിലുകളിലൊക്കെ ഇങ്ങനെ സ്നാക്കിന്റെയും അതേപോലെ കാട്ടിലെ പല ജീവികളുടെയൊക്കെ രൂപങ്ങൾ ഇങ്ങനെ വരച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും നമുക്കിനി ടിക്കറ്റൊക്കെ എടുത്ത് പാർക്കിനകത്തോട്ട് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടുത്തെ ടിക്കറ്റ് ഫീസ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. പിന്നെ ഗൂഗിൾ പേ സൗകര്യമൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിനകത്ത് കാണുന്ന വിഷമുള്ളതും വിഷമില്ലാത്തതായിട്ടുള്ള ഒട്ടുമിക്ക പാമ്പുകൾ ഇതിനകത്തുണ്ട്. ഇവിടെ കാണുന്ന കൂടുതലും പാമ്പുകൾ ഇവർ മലമ്പുഴയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തതാണ്. ഇതുപോലുള്ള ചില്ല് കൂട്ടിലാണ് പാമ്പുകൾ ഇട്ടേക്കുന്നതെങ്കിലും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഗ്ലാസ് ഒക്കെ നല്ല ക്ലിയർ ആയതുകൊണ്ട് പാമ്പുകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ പാമ്പുകളുടെയും കൂട്ടിന് മുകളിലായിട്ട് അവയുടെ പേരും അത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്നുള്ള ഡീറ്റെയിൽ മലയാളത്തിലും തമിഴിലും എഴുതിയിട്ടുണ്ട്. എനിക്കൊന്ന് ഈ ഭാഗത്ത് കൂടുതലും തമിഴ്നാട്ടിലുള്ള ആൾക്കാരും വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും തമിഴിലും ഡീറ്റെയിൽ എഴുതിയിട്ടുള്ളത്. ഈ പാർക്കിന് നടുവിലായിട്ടൊരു വലിയ ഗ്രില്ല് കൂട്ടിനകത്തൊരു പെരുമ്പാമ്പിന് ഇട്ടിട്ടുണ്ട്. അതിന് പുറത്തായിട്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പാമ്പുകളെ ഉപദ്രവിക്കുന്നുള്ള ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഐറ്റമാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, പടുകൂറ്റൻ രാജവെമ്പാലകൾ. ഇതേപോലത്തെ 2-3 രാജവെമ്പാലകളുണ്ട് ഇവിടെ. ഈ പേടിപ്പെടുത്തുന്ന രാജവെമ്പാലയൊക്കെ നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റും. ഇവിടെയുള്ള ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ പാമ്പിന്റെ ഡീറ്റെയിൽ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. ഈ പാമ്പിന്റെ വിഷയത്തിന് ഫലപ്രദമായിട്ടുള്ള മരുന്നുള്ളത് അങ്ങ് തായ്ലൻഡിൽ മാത്രമാണ്. ഈ ചില്ല് കൂട്ടിക്കിടന്ന പാമ്പ് കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ നമ്മൾ കുറെ നേരം നോക്കി നിന്ന് ഗ്ലാസ്സിലൂടെയൊക്കെ പിടിച്ച് നല്ല ഹൈറ്റിലേക്ക് ഉയർന്നു പോകാനുള്ള ശ്രമമൊക്കെ പാമ്പ് നടത്തുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വീടിന്റെ മുകളിലത്തെ നിരയിലേക്കോ മരത്തിന്റെ മുകളിലേക്കൊക്കെ ഈസി ആയിട്ട് കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇത്തരം പാമ്പുകളൊക്കെ ഉള്ള സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർ വളരെ കെയർഫുൾ ആയിരിക്കണം ശരിക്കും. പക്ഷേ ഈ രാജവെമ്പാലയൊക്കെ അപൂർവമായിട്ട് മാത്രമാണ് കേട്ടോ ആൾക്കാരൊക്കെ കടിക്കുന്നത്. ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ വളരെ ചുരുക്കം പേര് മാത്രമാണ് ഈ രാജവെമ്പാലയുടെ കടിയേറ്റ് മരണപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ കൂറ്റൻ രാജവെമ്പാല ഇങ്ങനെ നോക്കി നിൽക്കാനും അതിന്റെ പ്രകടനങ്ങളൊക്കെ കാണാൻ ഭയങ്കര കൗതുകം തന്നെയാണ്. കുന്നും മലയൊക്കെ നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ഇതുപോലുള്ള ഒരുപാട് പാമ്പുകളുണ്ടാവും. രാജവെമ്പാലയുടെ കാഴ്ചകളെ കണ്ട് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ഒരു വലിയ നെറ്റടിച്ച കൂടിനുള്ളിൽ നിറയെ പെരുമ്പാമ്പുകളാണ്. അതിനകത്തായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള മരക്കുറ്റികളിലൊക്കെ ഈ പാമ്പിങ്ങനെ ചുറ്റി പിണഞ്ഞ് കിടക്കുകയാണ്. പിന്നെ മറ്റൊരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചില്ല് കൂട്ടിൽ പാമ്പുകളൊക്കെ ഇട്ടേക്കുകയാണ്. ഇതിലും വിഷമുള്ളതും വിഷമില്ലാത്തതുമായിട്ട് പല പാമ്പുകളുമുണ്ട്. ആ കൂടിൻ്റെ മൂലയ്ക്ക് ഒരു അണലി ഫുഡൊക്കെ കഴിഞ്ഞിങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. നമ്മുടെ നാട്ടിലെ അണലിക്ക് ചേനത്തണ്ടരെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ നമ്മളിവിടെ അപ്രതീക്ഷിതമായിട്ട് കണ്ട ഒരാളാണ് കേട്ടോ ഈ മുതല. ഒരിക്കലും ഇവിടെ ഇങ്ങനെ ഒരു മുതലുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതില്ല. കുറേ നേരം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നോക്കിയെങ്കിലും ഇത് അനക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി നമുക്കിവിടെ നടന്ന് വിഷപ്പാമ്പുകളെ കൂട്ടത്തോടെ ഓപ്പണാക്കി ഇട്ടേക്കുന്ന ഒരു കൂടുണ്ട്, അവിടേക്ക് പോവാം. ഇതിനകത്ത് നിറയെ വിഷപ്പാമ്പുകൾ കൂട്ടത്തോടെ ഓടി കളിക്കുകയാണ്. പാമ്പുകളെ പേടിയുള്ളവരാണ് നിങ്ങൾ ഈ കാഴ്ചകളെ കാണുമ്പോൾ ഒന്ന് പേടിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.